ആരോഗ്യമേഖലയിലെ മിസ്മാനേജ്മെൻറ്റ് വീണ്ടും വീണ്ടും പുറത്തു വരുമ്പോൾ വിഷമം തോന്നുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട സൗജന്യ ഫെസിലിറ്റിയാണ്, അതായത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അധികാരത്തിൽ കയറിയിരിക്കുന്നവർ കിടന്ന് നിരങ്ങുമ്പോൾ അത് ദുരുപയോഗം ചെയ്ത് ജനങ്ങൾക്ക് കിട്ടാത്ത തരത്തിലാക്കുന്ന രീതിയിലേക്ക് അത് മാറുമ്പോൾ വളരെ സങ്കടമുണ്ട്. ഇത് ആരാണ് ഇവിടെ അവസാനിപ്പിക്കുക? ഒരു മന്ത്രിസഭ മാറുമ്പോൾ മറ്റേ മന്ത്രിസഭയെ കുറ്റം പറയും. ഈ മന്ത്രിസഭ ഭരിച്ച് നിരങ്ങി ഒരുവിധമാകുമ്പോൾ മറ്റേ മന്ത്രിസഭ വരും. ആ മന്ത്രിസഭ വരുമ്പോൾ ഈ മന്ത്രിസഭയുടെ കുറ്റം പുറത്ത് കാണിക്കും. ഇത് മാറി മാറി ഇവിടുത്തെ ജനങ്ങൾ കണ്ടുമടുത്തു. എന്നാലും വീണ്ടും ഇത് പറയാതെ പറ്റില്ലല്ലോ. അതായത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ്. ഈ ആരോഗ്യ വകുപ്പിലെ 10-20 കൊല്ലമായിട്ടുള്ള കെട്ടുകാര്യസ്ഥത, അതായത് അവിടെ ഒന്നും ചെയ്യുന്നില്ല. അവിടെ ജോലി ചെയ്യാൻ പ്രോപ്പറായിട്ട് ആൾക്കാരില്ല, മെഡിക്കൽ കോളേജുകളിൽ ഫെസിലിറ്റികളില്ല, ഇൻഫ്രാസ്ട്രക്ചറുകളില്ല. അവിടെ കോളേജാണ്, എല്ലാ കൊല്ലവും മുടങ്ങാതെ അവിടെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ വരുന്നു പഠിക്കാനായിട്ട്, MBBS പഠിക്കാനായിട്ട്. അവർക്ക് പഠിപ്പിക്കാനുള്ള അധ്യാപകരായ ഫാക്കൽറ്റി ഡോക്ടേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നില്ല. താൽക്കാലിക നിയമനം നടത്തുന്നു ചെറിയ സാലറിക്ക്. ഇത് 10-20 കൊല്ലമായിട്ട് ആരോഗ്യ മേഖലയിൽ നടക്കുന്ന വിരോധാഭാസങ്ങളാണ്. നല്ല രീതിയിൽ സർക്കാരിൻ്റെ ഈ കക്കുന്ന പൈസ, അതായത് മാറി മാറി ഭരിച്ച് പോക്കറ്റ് നിറച്ച് സ്വന്തം ചിങ്കിടികൾക്ക് പെൻഷനും മറ്റും ഉണ്ടാക്കി കൊടുത്ത് സ്വന്തം ചിങ്കിടികളെ PSCയിലും മറ്റുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കോർപ്പറേഷനുകളിലും തലപ്പത്ത് കൊണ്ടിരുത്തിയും സ്റ്റാഫുകളാക്കി വെച്ചും ഈ ജനങ്ങളുടെ പൈസ കട്ട് തിന്ന് കടം വാങ്ങി കൊള്ളയടിച്ച് ഇവിടെ ഭരണം നടത്തുമ്പോൾ ഈ മാറി മാറി ഭരിക്കുന്നവർ ഒന്ന് ചിന്തിക്കണം. ഇത് ജനങ്ങൾക്ക് കിട്ടേണ്ട ഫെസിലിറ്റികളാണ്. അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് നശിച്ചു പോകുന്നത്. ഒരു കാര്യം ഓർക്കണം, 2014 കേരളത്തിൽ വരേണ്ട എയിംസ് ഇനിയും വന്നിട്ടില്ല. അതായത് 12-13 കൊല്ലമായിട്ട് ഒരു തീരുമാനം ഇനിയുമായിട്ടില്ല. ആരാണതിന് ഉത്തരവാദി? ഈ മാറി മാറി ഭരിച്ചവർ തന്നെ, ഒരു സംശയവും വേണ്ട. അതവിടെ നിൽക്കട്ടെ. ഇവിടെയുള്ള സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ ആരെങ്കിലും പറയുന്നുണ്ടോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു HOD അവിടുത്തെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞതിന് അതും CPM മെൻറ്റാലിറ്റിയുള്ള ഒരാളാണ് ഈ പറയുന്ന HOD. അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇനി ചെയ്യാത്ത പീഡനങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തൊക്കെ ആയിക്കോട്ടെ, എനിക്ക് ഇപ്പോൾ പറയേണ്ട വളരെ സങ്കടകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരോഗ്യ മേഖലയിൽ ഈ മരുന്ന് പർച്ചേസ് വലിയൊരു കൊള്ളയാണ്. ഞാൻ ഇതിനു മുന്നേ തന്നെ ഔദ്യോഗികമായിട്ട് വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. സാധാരണ മരുന്നുകളെ കാട്ടിയും അതുപോലെ തന്നെ അതിലും പ്രധാനമുള്ളൊരു സംഭവമായിരുന്നു. ഞാൻ അന്ന് ഇത് കേരള ലെവലിൽ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രിയും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായ റിപ്പോർട്ടുകളൊക്കെ ഇവിടെ മീഡിയകളിലൊക്കെ വന്നിട്ടുണ്ട്, ചിത്രമടക്കം. അതായത് ഇവിടെ വിഷനായ്ക്കൾ, അതായത് പിടിച്ച നായ്ക്കൾ, തെരുവ് നായ്ക്കൾ, അത് തെരുവ് നായ മാത്രം ആയിക്കൊള്ളുന്നില്ല, വീട്ടിലെ വളർത്തു നായയ്ക്കും ഉണ്ടാവാം. ഇതൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു നായ സ്വാഭാവികമായിട്ട് ഒരു നായ കടിച്ചാൽ സാധാരണ ഒരു ഡോക്ടറെ കാണും.
അപ്പോൾ ഈ ഡോക്ടർ എന്തു ചെയ്യും? ഏത് ഡോക്ടറായാലും അപ്പം തന്നെ പറയും ഇഞ്ചക്ഷൻ എടുത്തോ. ഒരിക്കലും ഇഞ്ചക്ഷൻ എടുക്കണ്ടെന്ന് ഒരു ഡോക്ടറും പറയില്ല. അങ്ങനെ ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ ഈ കടി കൊണ്ടവൻ പോകുന്നു. അപ്പോൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലോ മെഡിക്കൽ കോളേജുകളിലോ ഗവൺമെൻറ് ഡിസ്പെൻസറികളിലോ പോയി ഈ ഇഞ്ചക്ഷൻ എടുത്താൽ ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഈ ഇഞ്ചക്ഷൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചെയ്യുകയാണെങ്കിൽ നല്ല പൈസ വരും. 10-20-25 ഉറുപ്പ്യൊക്കെ ഡിപ്പെൻസ് ദ ഹോസ്പിറ്റൽ വരാറുണ്ട്. പണ്ടൊക്കെ ഇത് എവിടെയും ചെയ്യാൻ പറ്റില്ല. നായ കടിച്ചാൽ ഓർമ്മ ഉണ്ടാവും എല്ലാവർക്കും ഞാൻ വിശ്വസിക്കുന്നു. നേരെ ഊട്ടി കൂനൂരിൽ പോയിട്ട് ആ മരുന്ന് വാങ്ങിക്കൊണ്ടുവരും. അന്നൊന്നും എനിക്കൊരു സത്യത്തിൽ അറിയില്ല എന്താണ് ഈ ഊട്ടി കൂനൂരിൽ പോയി ഇത് വാങ്ങി വരണമെന്ന്. ഞാൻ അപ്പോൾ എൻ്റെ വിചാരം ഇത് ഊട്ടി കൂനൂരിലായിരിക്കും ഇത് ഉണ്ടാക്കുന്നതൊക്കെ എന്നെ അന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ഇതിൻ്റെ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ മരുന്ന് നമ്മുടെ ഈ ഷുഗർ പേഷ്യൻറ്റിനുണ്ടല്ലോ, ആ പേഷ്യൻ്റ് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ എല്ലായ്പ്പോഴും ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ ആ മരുന്നിൻ്റെ ക്വാളിറ്റി പോവും. പുറത്ത് അധിക സമയം വെച്ചിരുന്നാൽ അതിൻ്റെ ആ ക്വാളിറ്റി പോവും. ഇഞ്ചക്ഷൻ എടുത്താൽ ഉടൻ തന്നെ വീണ്ടും ഫ്രിഡ്ജിൽ വയ്ക്കും. ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ ഒരു 3-4 മിനിറ്റ് മുന്നേ പുറത്തെടുക്കും, ഇഞ്ചക്ഷൻ എടുത്ത് വീണ്ടും അകത്ത് വയ്ക്കും. ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഈ റാബീസ് വാക്സിനും. അത് എപ്പോഴും ഈ ഫ്രിഡ്ജ് തണുത്ത സ്ഥലങ്ങളിൽ ഇതിരിക്കണം. ഇത് പുറത്ത് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി പോവും. അപ്പോൾ ഇവിടെ ഈ മരുന്നിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാൻ കാരണം, വിഷ നായ്ക്കൾ, അതായത് പേ പിടിച്ച നായ്ക്കൾ, ഇതറിയാൻ പറ്റില്ല ഏത് നായ്ക്കാണ് വിഷമുള്ളതൊന്നും പറയാൻ പറ്റില്ല. റോട്ടിൽ നായ്ക്കുണ്ടാവാം, വീട്ടിൽ വളർത്തുന്ന നായ്ക്കും ഉണ്ടാവാം. ഇത് എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ റോട്ടിൽ വളർത്തുന്ന നായ എങ്ങനെയെങ്കിലും വീട്ടിൽ വളർത്തുന്ന നായായിട്ട് എവിടെയെങ്കിലും കണ്ടുമുട്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കുക എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ മതി. ഇത് ഇങ്ങനെ പടരുന്നൊരു അസുഖമാണ്. ഏത് നായ കടിച്ചാലും ഡോക്ടർമാർ ഇഞ്ചക്ഷൻ വയ്ക്കാൻ പറയും. എന്നിട്ട് ഈ നായനെ വാച്ച് ചെയ്യാനും പറയും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇഞ്ചക്ഷൻ എടുത്ത ഒരു 4000-ഓളം ആൾക്കാർ ഇഞ്ചക്ഷൻ എടുത്തിട്ടും പേ ഇളകി മരിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഇതിനെക്കുറിച്ചായിരുന്നു ഞാൻ വളരെ വിശദമായിട്ട് പിണറായി വിജയനോടൊക്കെ പറഞ്ഞ് ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്ത് ചെയ്യാനോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആദ്യത്തെ സ്റ്റെപ്പ് ഈ മരുന്ന്, കുത്തിവെക്കുന്ന മരുന്ന്, അതിൽ സങ്കടകരമായ കാര്യം ഇത് ഫ്രീ ആണല്ലോ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് എല്ലാവരും ഇത് പോയി ചെയ്യും. പക്ഷേ ഇതിൽ മരിച്ചവരിൽ പലർക്കും സാമ്പത്തികമായിട്ട് കഴിവുള്ളവരായിരുന്നു. അവർ പോലും ഈ ചതി കാരണം മരിച്ചതാണ്. ചതി എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് അത് കൂട്ടി പറയാണ്. അതായത് ഒരു വർഷം 50 കോടിയുടെ റാബീസ് വാക്സിൻ പർച്ചേസ് ചെയ്യുന്നുണ്ട് സർക്കാരുകൾ. അതിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, ഇവിടെ എന്ത് പർച്ചേസ് ആയാലും എന്ത് കോൺട്രാക്റ്റ് ആയാലും എന്തിനാണ് ഈ മന്ത്രിയാവാൻ MLA ആയിട്ട് ഓടണത് അറിയാലോ. ഞാനത് പ്രത്യേകം വിളിച്ചു പറയേണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ വിസിൽ നടപ്പാക്കുന്നു, എന്തിനാണ് കൈക്കൂലിക്ക് അതിനൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഈ വിസിലിൽ ഉൾപ്പെടുത്തുമോ? അതാണ് എൻ്റെ ചോദ്യം. ഈ വിസിൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ഇറക്കിയിട്ടുണ്ട്. ആ വിസിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഇത്തരം പർച്ചേസുകളും ഇത്തരം കോൺട്രാക്റ്റുകളിലും അതിൻ്റെ സുതാര്യത കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം കേരളത്തിൽ ഒരു മലേഷ്യൻ കോൺട്രാക്ടർ തൂങ്ങി മരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആരും ഒന്നും ഇപ്പോഴും പറയില്ല. പാവം ആ മനുഷ്യൻ ഈ നാടിന് വേണ്ടിയിട്ടൊരു വർക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഗതി കിട്ടാതെ തൂങ്ങി മരിച്ച അദ്ദേഹത്തിൻ്റെ പ്രേതം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ 50 കോടിയുടെ പേ വിഷബാധയ്ക്കുള്ള വാക്സിനേഷൻ ഇവിടെ പർച്ചേസ് ചെയ്ത് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ജില്ലയിൽ നിന്ന് ഡിസ്പെൻസറിക്ക് അപ്പം തന്നെ അത് ഡിസ്ട്രിബ്യൂഷൻ നടത്തും. അവിടെ പിന്നെ സ്റ്റോക്ക് ചെയ്യും. അപ്പോൾ ഒരു നായ കടിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഇഞ്ചക്ഷൻ വയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള ഡിസ്പെൻസറിയിലോ ജില്ലാ ആസ്പത്രിയിലോ താലൂക്ക് ആസ്പത്രിയിലോ ചെല്ലും. മരുന്ന് എവിടെ വിളിച്ചെങ്കിൽ പോയി ഇഞ്ചക്ഷൻ വയ്ക്കും.
ആ ഇഞ്ചക്ഷൻ വെച്ചവരാണ് പിന്നീട് ഈ പേ ഇളകി മരിക്കുന്നത്. നേരെ മറിച്ച് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കാശ് കൊടുത്ത് ചെയ്താൽ അതിനൊരു സെക്യൂരിറ്റി സേഫൊക്കെ ഉണ്ട്, ഉറപ്പുണ്ട്. ഈ സർക്കാരിൽ നിന്ന് എടുക്കുമ്പോഴാണ് ഇത് പ്രശ്നം. അപ്പോൾ എന്താണ് സർക്കാരിലെ ഇത് പ്രശ്നം? അത് ഞാൻ പറയാം. കാരണം ഈ മരുന്ന് വെച്ച ഫ്രിഡ്ജോ ഫ്രീസറോ ഈ സാധാരണ താലൂക്ക് ആസ്പത്രിയിലോ ഈവൻ ജില്ലാ ആസ്പത്രിയിലോ അത് കറണ്ട് പോയാൽ ഇവിടെ ഫ്രിഡ്ജൊക്കെ ഓഫാവും. പവർ കട്ട് വന്ന ചിലപ്പോൾ അരമണിക്കൂർ പവർ കട്ടാവും, 1 മണിക്കൂർ പവർ കട്ടാവും, ഈ ഫ്രിഡ്ജ് വർക്ക് ചെയ്യില്ല. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ മരുന്നിൻ്റെ ക്വാളിറ്റി അപ്പോൾ പോവും. ഇതാരും ശ്രദ്ധിക്കില്ല, അവിടെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാവും ഒരു നായ കടിച്ചിട്ട് ഒരാൾ വരിക, ഈ മരുന്നെടുത്ത് അയാളെ ഇഞ്ചക്ഷൻ വെക്കുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്ന വലിയൊരു ചതി. പിന്നെ ഭാഗ്യമുള്ളവർ കടിച്ച നായ വിഷമില്ലാത്ത നായയാണെങ്കിൽ അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും. പക്ഷേ എല്ലാ നായ്ക്കളും കടിച്ച വിഷമുള്ളതൊന്നും ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ വിഷമുള്ള നായ കടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. പേ ഇളകി കഴിഞ്ഞാൽ പിന്നെ ഒരു മരുന്നുമില്ല. അങ്ങനെയാണ് ഈ 4000-ഓളം ആൾക്കാരിവിടെ മരിച്ചത്. ഇതാണ് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനൊറ്റ വഴിയേ ഉള്ളൂ. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും കറണ്ട് പോയാലും ജനറേറ്റർ വിത്ത് സപ്പോർട്ടുള്ള ഫ്രിഡ്ജുകളുള്ള സ്ഥലത്തെ മരുന്ന് സ്റ്റോക്ക് ചെയ്യാൻ പാടുള്ളൂ. ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിൽ ഏതെങ്കിലും ഡിസ്പെൻസറികളിൽ ഒരു പേഷ്യൻ്റ് വാക്സിനേഷന് വന്നാൽ അത് ഇവിടേക്ക് അറിയിച്ച് ഈ മരുന്ന് കളക്ട് ചെയ്യുകയോ കൊണ്ടുകൊടുക്കുകയോ ചെയ്തതിന് ശേഷം മാത്രം ആ വാക്സിനേഷൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് നല്ല റിസൾട്ട് കിട്ടും. അല്ലാതെ ഇന്ന് ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഇത്തരത്തിലുള്ള മൂവ്മെൻ്റ് ഉണ്ടായാൽ ഇനിയും ഇവിടെ അല്ലെങ്കിൽ പേ ബാധിച്ച നായക്കൾ കടിച്ചാൽ ഇനിയും ആൾക്കാർ മരിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. പിന്നെ കൂട്ടത്തിൽ ഈ പേ പിടിച്ച നായ്ക്കളെ കൺട്രോൾ ചെയ്യണം. അതായത് നായ്ക്കളെ മുഴുവൻ തെരുവ് നായ്ക്കളെ മുഴുവൻ പിടിച്ചു കൊണ്ടുപോയി ഷെൽട്ടറിലാക്കി ഭക്ഷണം കൊടുത്ത്, അത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്, അതിന് ഫണ്ട് തരെ കേന്ദ്രം കൊടുക്കുന്നുണ്ട്, അത് നടപ്പാക്കേ വേണ്ടൂ. അതിന് പുറമെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യം ഈ നായയെ വളർത്തുന്നത് കൺട്രോൾ ചെയ്യണം. അതായത് ഒരാൾ വീട്ടിൽ എത്ര നായ വേണമെങ്കിൽ വളർത്തിക്കോ, പക്ഷെ അതിന് ലൈസൻസ് എടുക്കണം. പഞ്ചായത്ത് നിന്നായാലും വേണ്ടില്ല, മുനിസിപ്പാലിറ്റി നിന്നായാലും വേണ്ടില്ല, കോർപ്പറേഷൻ നിന്നായാലും വേണ്ടില്ല. എന്നിട്ട് ആ നായയുടെ ഡെത്ത്, അതായത് കുറേ കാലം കഴിഞ്ഞ് നായ മരിക്കുമല്ലോ, ഈ നായ ഇവിടെ അവിടുത്തെ ഒരു അംഗത്തെ പോലെ നായ ആ വീട്ടിലൊരു അംഗമാണെന്ന് ഈ റെക്കോർഡുകളിൽ ഉണ്ടാവണം. നായ അവിടെ നിന്ന് മരിക്കുമ്പോൾ ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് വീട്ടിൽ സൂക്ഷിക്കണം. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഇവിടെ ഇപ്പം എന്താ നടക്കുന്നത്? ഒരു ഊക്കിന് ഒരു താല്പര്യത്തിന് മുകളിൽ ഒരു നായയെ പിച്ച് വളർത്തും. ആദ്യം ഭയങ്കര നോട്ടാ, കുളിപ്പിക്കും, ഭക്ഷണം കൊടുക്കും, സ്വന്തം ബെഡിൽ കിടത്തും. അങ്ങനെ വരുന്നവരോടൊക്കെ ഇങ്ങനെ അതിൻ്റെ മികവുകളും കാര്യങ്ങളും പറഞ്ഞിങ്ങനെ വലുതാവും സ്വയം ഇരുന്നിട്ട്. ഒരു 4, 5, 6 കൊല്ലം കഴിയുമ്പോൾ ഇത് ബൂതി മതിയാവും. എന്താ ചെയ്യണത്? ഈ നായനെ കാറിൻ്റെ ഡിക്കിയിൽ കയറ്റിയിട്ട് വഴിയിൽ എവിടെയെങ്കിലും ഇറക്കി വിടും. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. അവിടുത്തെ ആൾക്കാർ ഇവിടെയും കൊണ്ടുവന്ന് ഇറക്കി വിടും, ഇവിടുത്തെ ആൾക്കാരെ അവിടെയും കൊണ്ട് ഇറക്കി വിടും. അങ്ങനെയാണ് ഈ റോട്ടിൽ തെരുവ് പട്ടികൾ കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സർക്കാർ ചെയ്യേണ്ട വേറൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. അതായത് നായകളെ വിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നല്ല അതേ അൽസേഷനാണ്, മറ്റതാണ് ഡോബർമാനാണ്, ആന കുതിര എന്ന് പറഞ്ഞിട്ട് പരസ്യം ചെയ്തിട്ട് എവിടുന്നെങ്കിലും ഒരു പട്ടീനെ നായനെയും വളർത്തിയിട്ട് അതിൻ്റെ കുട്ടികളെ എങ്ങനെ ഇരുന്ന് വിൽക്കും. ഇവന്മാരെ പിടിക്കണം, ഇവന്മാരെ കൺട്രോൾ ചെയ്യണം. അതിനും ഒരു ശക്തമായ നിയമം ഇവിടെ ഉണ്ടാക്കണം. നായ വളർത്തുന്നതിലും നിയമം ഉണ്ടാക്കണം. ഞാൻ ഒരു രസം പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ 2 ഗേറ്റുണ്ട്. അപ്പോൾ കാലത്ത് ഞാനിങ്ങനെ നടക്കും 5 മണി സമയത്ത്. അപ്പോൾ ആ ഗേറ്റിൽ നിന്ന് നടന്ന് ഈ ഗേറ്റിലേക്ക് എത്തുമ്പോൾ ഒരു നായ ആ ഗേറ്റിൽ നിന്ന് വരും, ഈ ഗേറ്റിലേക്കും വരും. എന്നിട്ട് എന്നെ നോക്കി ഇങ്ങനെ വാലാട്ടി നിൽക്കും. കാണുമ്പോൾ നല്ല ഉഷാറ് നായ, അൽസേഷൻ അതിൽപ്പെട്ടതാണ്. അങ്ങോട്ട് പോകുമ്പോൾ അവിടെയും വന്ന് നിൽക്കും. എനിക്ക് തന്നെ അത് കണ്ടപ്പോൾ ഒരു നല്ല സ്വഭാവം തോന്നി. പക്ഷേ തെരുവിൽ നിൽക്കുന്നൊരു നായ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ചെയ്യുക? അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏതോ ഒരുത്തൻ അന്ന് അവിടെ ഇറക്കി വിട്ടൊരു നായയാണ്. അപ്പോൾ ആ നായ്ക്ക് നല്ല വീട് കാണുമ്പോൾ
ആ നല്ല വീട്ടിലെ ആളെ കാണുമ്പോൾ വാലാട്ടി ഇങ്ങനെ വരിക, എങ്ങനെയെങ്കിലും ഇന്നൊന്ന് അവിടേക്ക് വലിക്കുക. കാരണം ഭക്ഷണം കിട്ടാതെ പാവം വട്ടതിരിയാണ്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവൻ്റെമാര് മുന്നേ വന്നവർ ആ തെരുവിൽ കിടന്നിട്ടിപ്പോൾ ആ തെരുവിലെ ആളായി. അപ്പോൾ പുതിയ ആൾ വന്നു കഴിഞ്ഞ് ഇവന്മാർ ആദ്യം ട്രീറ്റ്മെൻ്റ് ഉണ്ട്, റാഗിങ്, അതിലൊക്കെ പാവം ഇതിൽ വിധേയമാവും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന നായയുടെ മാത്രം വിഷയമല്ല. ഇപ്പോൾ 10 കൊല്ലമായിട്ട് ഈ റാബീസ് വാക്സിൻ വാങ്ങിയതിൻ്റെ ആ നിരുത്തരവാദപരമായിട്ട് അതിനെക്കാട്ടിയും സങ്കടകരമായൊരു കാര്യമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ മരുന്നുണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോയാലും ലോക്കലായിട്ടുള്ള ഡിസ്പെൻസറി പോയാലും അവിടുത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ ഒരു മരുന്നുമില്ല. ഈവൻ പനഡോള്, ഈ ഡോള്, പനിക്കുള്ള ആ ഒരു ഗുളിക പോലും കിട്ടില്ല. പണ്ടൊക്കെ വേണ്ടത്ര അവിടെ ഉണ്ടായിരുന്ന സംഭവം. അതൊക്കെ വളരെ ദയനീയ അവസ്ഥയായിരുന്നു. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലെയും മെഡിക്കൽ സ്റ്റോറുകളിൽ അവിടെ പോയ മരുന്നുണ്ടാവില്ല. എല്ലാം ഈ ഡോക്ടറെ കണ്ടതിന് ശേഷം കുറിപ്പ് എഴുത്തുനിന്ന് പുറത്ത് പോയി വാങ്ങണം. ഇതാണ് നടക്കുന്നത്. ഈവൻ എന്തെങ്കിലും ഇഞ്ചക്ഷനോ ഒക്കെ. പക്ഷേ ഇപ്പം ഞെട്ടിക്കുന്നൊരു കഥയാണ് വന്നിരിക്കുന്നത്. അതായത് കേരളത്തിൽ 16 സർക്കാർ വെയർ ഹൗസുകളുണ്ട് മെഡിക്കൽ മരുന്നുകൾ സൂക്ഷിക്കുന്ന പല ജില്ലകളിലായിട്ട്. അതിലിപ്പോൾ വീഡിയോ ഒക്കെ ഇങ്ങനെ ചാനലുകാരൊക്കെ കാണിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലമൊക്കെയാണ് വലിയ സ്റ്റോറാണ്. അവിടെ കുന്നുകൂടിക്കെടുക്കുന്ന കോടികൾ വിലമതിക്കുന്ന മരുന്നുകൾ ഇങ്ങനെ ഇരിക്കുന്നു. 10 കൊല്ലം 20 കൊല്ലം പഴകിയത്, ഒക്കെ എക്സ്പയറി ഡേറ്റൊക്കെ കഴിഞ്ഞത്. അതിൽ ഏറ്റവും തമാശ, കോവിഡ് സമയത്ത് വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ് ആ കിറ്റ്. അറിയാലോ, അതായത് 300 രൂപയുടെ സാധനം 1500 ഇവിടെ വിറ്റായിരുന്നത്. അത് കോടിക്കണക്കിന് ഉറപ്പിക്കുക സർക്കാർ അന്ന് വാങ്ങിയിരിക്കുന്നത്. അതിന് കമ്മീഷൻ അടിച്ചു. എന്നാൽ ശരി, ഇത് വാങ്ങിയതല്ലേ, അത് അങ്ങോട്ട് ഫ്രീ കൊടുക്കേണ്ട സംഭവമല്ലേ, എന്തേ കൊടുക്കാൻ? അതവിടെ ഇരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് മരുന്നുകൾ, പലതരം മരുന്നുകൾ, ജീവരക്ഷ, അതായത് പല ഹാർട്ട്, ലിവർ, അതിനൊക്കെയുള്ള വില പിടിച്ച ജീവൻ രക്ഷാ മരുന്നുകൾ വരെ എക്സ്പയറി ആയിട്ട് അവിടെ ഇരിക്കുന്നു. ഒന്ന് നോക്കിയേ, ഇവിടെ ആരാണ് ഉത്തരവാദിത്തപ്പെട്ടവരുള്ളത്? മന്ത്രിനെ മാത്രം കുറ്റം പറയണോ? മന്ത്രിക്ക് എന്തെങ്കിലും അതിൽ കളി കാണും. പക്ഷേ ഇതിനൊരു ഹെഡ് ഉണ്ട്, ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, DME. അല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റലിലും സൂപ്രണ്ട്, ഡോക്ടർമാരുണ്ട്. എന്തുകൊണ്ട് ധൈര്യപൂർവ്വം പബ്ലിക്കായിട്ട് വിളിച്ച് പറയണമെന്നേ, ഇത് അവിടെ സ്റ്റോക്ക് ഉണ്ട്, ഇത് പുറത്തേക്ക് പോകുന്നില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകൾ ഇപ്പോൾ അവിടെ കെട്ടിക്കിടക്കുന്നു, ഉപയോഗിക്കാൻ പറ്റാതെ. എക്സ്പയറി ആയിട്ട് കൊല്ലങ്ങളായി. ആലോചിച്ച് നോക്കിയേ, ഇത് ആരിവിടെ നിർത്തും? ഇതേ സമയം, ഇതേ കാലഘട്ടങ്ങളിൽ നമ്മൾ സർക്കാർ ഓരോ ജില്ലാ ആസ്പത്രിയിലും മെഡിക്കൽ കോളേജിലും എവിടെ പോയാലും ഒരു മരുന്നുമില്ല. കോവിഡ് സമയത്ത് കിറ്റ്, അന്നേ അത് വലിയ പ്രശ്നമാണ്. 300 രൂപ 1500 രൂപയ്ക്ക് വിറ്റായിരുന്നു പറഞ്ഞിട്ട് സർക്കാരിൽ. ആ സാധനമാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്. ഇതൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ, അതായത് ജനങ്ങളുടെ പൈസ എടുത്തിട്ടാണ് ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്ത് വാങ്ങുന്ന കമ്പനിക്കാരൊക്കെ പൈസ ഒന്നും വാങ്ങാതിരിക്കില്ല, അവർ മുഴുവൻ വാങ്ങിപ്പോയിണ്ടാവും. അതിന് കമ്മീഷൻ വാങ്ങേണ്ടവർ വാങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഒരാളുടെയും പേരെടുത്ത് പറയുന്നില്ല. ഈ ജനങ്ങളുടെ പൈസ ഇത്രയും ദുരുപയോഗം ചെയ്യുന്ന ഈ രാഷ്ട്രീയക്കാരെ, ഈ മാറി മാറി ഭരിക്കുന്ന ഈ രാഷ്ട്രീയക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? ജനം തീരുമാനിക്കൂ. കഷ്ടമാണ് കാര്യം. ഒരു ഭരണം മാറുമ്പോൾ പുതിയ ഭരണം വന്നവർ പഴയ ഭരണത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ പുറത്ത് കാണിക്കും. ഇത് തന്നെയാണ് ഇവൻ മാറി അവൻ വരുമ്പോഴും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കും. ഞങ്ങൾക്ക് അതല്ല വേണ്ടുന്നേ. ഈ പ്രശ്നങ്ങൾ കാണാൻ പാടില്ല. ആരുണ്ട് ഇത് നിർത്താൻ? ഇനി വിസിൽ പറഞ്ഞിട്ടിപ്പോൾ ഒരു പുതിയ നിയമം, അതായത് ഇത്തരം പ്രശ്നങ്ങൾ അന്വേഷിക്കാനും കണ്ടെത്താനും പിടിക്കാനും ഒക്കെ ആയിട്ട് തൂഫാനും കുബേരൊക്കെ നടത്തിയ മാതിരി ഈ വിസിൽ ആദ്യം നടപ്പാക്കേണ്ടത്
ഉന്നത മുകളിൽ നിന്നാണ്, അല്ലെ താഴെ നിന്ന് അങ്ങോട്ടല്ല. ഈ തൂഫാനൊക്കെ താഴെ നിന്നാണ് പിടിക്കുന്നത്, ഉപയോഗിക്കണവരെ പിടിക്കുന്നു, കൊടുത്തവനും പിടിക്കുന്നു, അതിൻ്റെ മുകളിലുള്ളവരൊന്നും പിടിക്കുന്നില്ല. അതേമാതിരി തന്നെ കുബേര ഇതിൻ്റെ മുന്നത്തെ മിനിസ്ട്രിയിൽ വന്നതാ. ആ പാവം ചെറിയ പൈസ കൊടുക്കണവരൊക്കെ പിടിച്ച് അന്ന് കൂട്ടിലിട്ടു. വലിയ കച്ചവടം ചെയ്യുന്നവരെ ഒന്നും പിടിച്ചിട്ടില്ല അന്നും. അതുപോലെ തന്നെ ഈ വിസിൽ എന്നുള്ള പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കുറ്റങ്ങൾ ചെയ്യുന്ന മുകളിൽ നിന്ന് പിടിക്കട്ടെ, താഴെ നിന്നല്ല. ആ മുകളിൽ നിന്ന് താഴെയുള്ളൊക്കെ അറിഞ്ഞാലും അത് അവരെ അപ്പുറമൊന്നും അറസ്റ്റ് ചെയ്യണ്ട, അവരെ ഇങ്ങനെ ഫ്രീ ആക്കി വിടുക. എന്നിട്ട് അവരെ എന്നെ ഇടയ്ക്ക് വിളിച്ച് ചോദ്യം ചെയ്തിട്ട് തെളിവുകൾ ഉണ്ടാക്കിയിട്ട് മുകളിലുള്ളവരെ പിടിക്കണം. ഇതെന്താ ചെയ്യണത്? ഇപ്പോൾ തുഫാൻ വന്നു, എവിടുന്നോ പാവം ഒരു പൊതി വാങ്ങും, അവനെ ആദ്യം അറസ്റ്റ് ചെയ്തു. അവനെ 2 ഇടിയോ ചോദ്യം ചെയ്താൽ അതിൻ്റെ മുകളിൽ പറയും. അതല്ല വേണ്ടത്, അവനെ പിടിക്കരുത്, അവന് ഫ്രീ ആക്കി വിടണം. പിന്നെ അവൻ വാങ്ങണം, അവൻ വാങ്ങുമ്പോൾ മറ്റവൻ കൊടുക്കും, അവനെയും ഫ്രീ ആക്കി വിടണം. അപ്പോൾ അവന് കൊടുക്കണവരെ പിന്നെയും കിട്ടും. അപ്പോഴേ ഇത് മുകളിൽ വരെ എത്താൻ പറ്റും. ഇതങ്ങനെയല്ല. ഈ ഉപയോഗിക്കുന്നതിനെ പിടിക്കുക, ആദ്യം അറസ്റ്റ് ചെയ്യും, അവന് കൊടുത്തവനെയും പിടിക്കുക. അതോടെ കഥ കഴിഞ്ഞു, മുകളിലേക്കൊന്നും എത്തുന്നില്ലേ കഥ. അത് ഇവിടുത്തെ എല്ലാ കേസുകളും അങ്ങനെയാണ്, എല്ലാ കള്ളത്തരവും അങ്ങനെയാണ്, എല്ലാ കൈക്കൂലി അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിയമം നടപ്പാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജ് വെയർഹൗസുകളിൽ കെട്ടിക്കിടക്കുന്ന ഈ മരുന്നുകൾ ഇവരെ ദുരുപയോഗമാക്കി തീർത്ത ആരാണെങ്കിലും അവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇതിലേറ്റവും സങ്കടമായ കാര്യം, ഇനി ഈ മരുന്ന് നശിപ്പിച്ച് കളയാൻ ചില്ലറ പൈസ പോരാ, കോടി രൂപകളോളം അതിനും വേണം. അതും ആരുടെ പൈസയാണ്? ഈ ജനങ്ങളുടെ നികുതി പണം തന്നെയാണ്. ഇതാണ് ഇന്നത്തെ ഇവിടെ അവസ്ഥ. ജനമേ, നിങ്ങൾ മനസ്സിലാക്കൂ. ഇവന്മാരെ 2 പേരെയും നിങ്ങൾ പരീക്ഷിച്ച് ഇനിയും നിങ്ങൾക്ക് മതിയാകുന്നില്ല എന്നതാണ് സത്യം. അതിൻ്റെ ഒത്ത ഉദാഹരണം എനിക്കറിയാം, മതം തന്നെയാണ്. 2014 LDF വന്നിട്ടുണ്ടെങ്കിൽ അത് മതം തന്നെയായിരുന്നു. ഇപ്പോൾ വീണ്ടും അവരെ മാറ്റി ഇവർ വന്നതും അതേ മതം തന്നെയാണ്. ഈ മതം മറക്കുന്നേ. നാട് നന്നാക്കാനായിട്ട് നിങ്ങൾ വെറുതെ RSS, BJP, ഷൂനക്കി, ഗോമൂത്രം, ചാണകം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നാടിന് കിട്ടേണ്ട നല്ല നല്ല കാര്യങ്ങൾ, ഫെസിലിറ്റികളാണ് നശിപ്പിച്ച് കളയുന്നത് എന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കൂ. മതം മറക്കൂ. നിങ്ങൾ പറയുന്നത് മുഴുവൻ നുണയാണ്. ഈ രാഷ്ട്രീയക്കാർ പറയുന്നത് ഒന്നുമില്ല അത്തരത്തിലുള്ള സംഭവം. തെളിവ് കൊണ്ട് വന്ന് പറയാൻ പറയും അവരോട്. വെറുതെ സമൂഹത്തിൽ നുണ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി വോട്ട് പിടിച്ച് കസേരയിൽ കയറി ഇരുന്ന് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കുന്നുകൂടുന്നു. വീണ്ടും വീണ്ടും മാറി മാറി ഭരിക്കുന്നു. എന്നിട്ടോ പോക്കറ്റ് നിറയ്ക്കുന്നു, സ്ഥലം ഇറങ്ങിപ്പോകുന്നു. ഇതല്ലേ ഇവിടെ നടക്കുന്നത്? എന്തായാലും ഈ സർക്കാർ മെഡിക്കൽ മരുന്നുകളുടെ വെയർഹൗസുകൾ കെട്ടിക്കിടക്കുന്ന ഈ കേടുവന്ന മരുന്നുകൾ ഈ ജനങ്ങൾ മനസ്സിലാക്കണം. ഇത് നശിപ്പിക്കാനും ഈ ജനങ്ങളുടെ തന്നെ പൈസ ആവശ്യമായി വരുന്നു എന്നോർക്കുക. കഷ്ടം തന്നെയാണ്.